നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ പുതിയ സിലബസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ICDS സൂപ്പർവൈസർ മലയാളം മീഡിയത്തിലുള്ള എക്സാമിൻ്റെയാണ് സിലബസ് പറയുന്നത്. ICDS സൂപ്പർവൈസർ കാറ്റഗറി നമ്പർ 234/2024 254/2024. വിശദമായ സിലബസും മാർക്ക് വിവരവും, അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് വീതമാണെന്ന് നോക്കാം. പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് അതിൽ ചരിത്രം 4 മാർക്ക്, ഭൂമിശാസ്ത്രം 4 മാർക്ക്, ധനതത്വശാസ്ത്രം 4, ഇന്ത്യൻ ഭരണഘടന 4 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക്. അടുത്തത് ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഇനി പൊതുവിജ്ഞാനത്തിൽ ഇത്രയും 8 ടോപ്പിക്കുകളാണ് വരുന്നത്. ആനുകാലിക വിഷയങ്ങളിൽ 10 മാർക്ക്, പ്രീ പ്രൈമറി അധ്യാപനം അതിന് 40 മാർക്കാണ് വരുന്നത്. നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിനുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി, അതിൻ്റെ കുട്ടികളുടെ മനഃശാസ്ത്രം, ബോധനശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും, അത് വാച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ ഇതിന് 20 മാർക്കാണുള്ളത്. അപ്പോൾ ഇവിടെ ആനുകാലിക വിഷയങ്ങൾ, പ്രീ പ്രൈമറി അധ്യാപനം, പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം അതിനെല്ലാം കൂടി ചേർത്തിട്ട് ഇവിടെ വരുന്നത് 70 മാർക്കാണ് വരുന്നത്. ഇനി ഈ 70 കൂടാതെ 30 മാർക്ക് ഇതിൽ നിന്നും GKയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ICDS സൂപ്പർവൈസറിൻ്റെ സിലബസ്. ഇനി പൊതുവിജ്ഞാനത്തിൽ ചരിത്രത്തിന് 4 മാർക്ക് എന്ന് പറഞ്ഞു. കേരളം, ഇന്ത്യ, ലോകം പഠിക്കാനുണ്ട്. കേരളത്തിൽ തന്നെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഈ സിലബസിൻ്റെ PDF ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഒരു പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി പ്രസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാലഘട്ടവും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും വരുന്നുണ്ട്. ഇനി ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. അപ്പോൾ ആദ്യം തന്നെ ഈ ലോകം എന്നുള്ളൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ്. നേരത്തെ ഇതെല്ലാം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ICDS സൂപ്പർവൈസറിൻ്റെ വാട്സപ്പ് ചാനൽ, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം. അതുപോലെ ടെലിഗ്രാമിൻ്റെ ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ ടെലിഗ്രാം ചാനലും ഉണ്ട്. അടുത്ത ഭൂമിശാസ്ത്രം, അതിനും 4 മാർക്കുകളാണ്. ഭൂമിശാസ്ത്രത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ ഇന്ത്യയുടെ പ്രകൃതിയും സംസ്ഥാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തത്വശാസ്ത്രം 4 മാർക്ക്. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന 4 മാർക്കാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്. കേരളത്തിൻ്റെ സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റി, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അടുത്ത കലാ കായികം സാഹിത്യം സംസ്കാരം വരുന്നത് 4 മാർക്കാണ്. കല, കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ടൊക്കെ പ്രശസ്തമായ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും കലാകാരന്മാരും എഴുത്തുകാരും.
കായികത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ, ഇനങ്ങൾ, നേട്ടങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ഏതൊക്കെ കളികൾക്കാണ് വേണ്ടത് കൊടുക്കുന്നത്, പ്രധാന ട്രോഫികൾ ഏതൊക്കെ മത്സരങ്ങൾക്കാണ് കൊടുക്കുന്നത്, കായിക ഇനങ്ങൾ, കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ എന്തൊക്കെ, ഒളിമ്പിക്സിനെ പറ്റി ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ ഏഷ്യൻ ഗെയിംസ്, അതുപോലെ ദേശീയ ഗെയിംസ് ഇനങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും കായിക ഇനങ്ങളും വിനോദങ്ങളും. സാഹിത്യത്തെ പറ്റിയാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രധാന കൃതികൾ, കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം തന്നെ നമ്മൾ നേരത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ ഓരോ ടോപ്പിക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. പിന്നീട് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കുണ്ട്. ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം SCERT ബേസിസിലുള്ള ക്ലാസ്സസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടുന്നതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. ഇനി അടുത്ത ടോപ്പിക്ക് സുപ്രധാന നിയമങ്ങളാണ്. GK വരുന്ന അടുത്ത ടോപ്പിക്കാണ് വരുന്നത്. റൈറ്റ് ടു ഇൻഫോർമേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്തൃ നിയമം, അങ്ങനെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്. ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്, കറണ്ട് അഫയേഴ്സിനാണ് 10 മാർക്ക്. അടുത്ത പ്രീ പ്രൈമറി അധ്യാപനം 40 മാർക്ക്. ഈ 40 മാർക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിലും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ കാണുക, ഒരു ടോപ്പിക് വൈസ് നോക്കി പഠിച്ച് നോട്ടുണ്ടാക്കുക. വിദ്യാഭ്യാസം, അതുപോലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അതിൻ്റെ ലക്ഷണങ്ങളും ദാർശനികരുടെ സംഭാവനകളും ഒക്കെ. പിന്നീട് ആരോഗ്യത്തെപ്പറ്റി വരുന്നുണ്ട്. ആരോഗ്യം എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ, സമീകൃത ആഹാരം, കുഞ്ഞിൻ്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം, കുട്ടികളിൽ കാണുന്ന രോഗങ്ങൾ, ഇതൊക്കെ നേരത്തെയും അംഗൻവാടി ടീച്ചർ അതുപോലെ അംഗൻവാടി വർക്കർ എക്സാമിനൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതേ ടോപ്പിക്ക് തന്നെയാണ് പറഞ്ഞിരുന്നത് ICDS സൂപ്പർവൈസറിൻ്റെ. ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, ദത്തെടുക്കലിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ 1-2 പാർട്ടുകളായിട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്ക്. മനഃശാസ്ത്ര ശാഖകളും പഠന രീതികളും ഉപാധികളും, പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞരും. മനഃശാസ്ത്രം ഇതിൻ്റെ പഠിക്കാനായിട്ടൊരു ബുക്കുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ പറ്റി എഴുതിയിരിക്കുന്ന ബുക്കാണ്. നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഇതൊക്കെ വീണ്ടും ഇത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് കൊടുക്കാം. ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ ഇതിലേതെങ്കിലും ഒന്നിൽ കൂടുതലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.